എടാ ഒരു അമൃതാഞ്ജൻ വിളിക്കുന്നുണ്ട്. എടുക്കണ്ടത്. ആരാടാ അമൃതാഞ്ജൻ? കൊണ്ടുവന്നേ. നിന്റെ കെട്ടിയോനാണ്. എപ്പോഴും തലവേദന ഉണ്ടാക്കുന്നോണ്ട് ഞാൻ അങ്ങനെ ഫീഡ് ചെയ്തിട്ടതാണ്. പാവല്ലേടാ. ഒരിക്കലും അല്ല. നമുക്ക് ഇന്ന് ഈ 3 അജണ്ട മാത്രമല്ലേ ഉള്ളൂ. അതെ, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കട്ടെ. ഒരാഴ്ച നടക്കട്ടെ. അതെ അതെ, ഒന്നും മിണ്ടാതിരിക്കും. നമുക്കിന്ന് അധികം സമയം കളയാനില്ല. പ്രസിഡന്റ് ആണെങ്കിൽ വേറെ 1-2 പരിപാടിക്ക് കൂടി പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് എളുപ്പം കാര്യങ്ങളിലേക്ക് കിടക്കാം. ആർക്കും ഒന്നിനും സമയമില്ല. ഇവിടെ ഒരു ചുക്കോട്ട് നടക്കുന്നുമില്ല. ഇത്രയും വലിയൊരു പ്രശ്നം നാട്ടിൽ നടക്കുന്ന സമയത്ത് അതിന് പരിഹാരം കാണാൻ കഴിയാതെ നിങ്ങൾ വേറെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്? നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇന്ന് പരിഹാരം കാണാതെ ഇവിടെ ഒരു ചർച്ചയില്ല. ആ പന്തൽ കിടക്കുന്ന ആളുടെ ജീവൻ അപകടത്തിലാണ്. ജലപാനം പോലും ഇല്ലാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായിക്കോ നിങ്ങൾ? എൻ്റെ വല്ലപേട്ട, എല്ലാത്തിനും വഴിയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാൽ നടക്കാത്ത എന്ത് പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ളത്? നിരാഹാര സമരത്തിന് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് പരിഹാരം കണ്ടാ പോരെന്ന്. അയാൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് സമാനം പറയേണ്ടി വരും. വല്ലപേട്ട വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ നിരാഹാരം തുടങ്ങിയത്. നീ ഇവർക്ക് ഇതല്ലാണ്ട് വേറെ പണിയില്ലല്ല. അതെ, ആ ഡയലോഗ് ബഹുമാനപ്പെട്ട മെമ്പർ കൈ വെച്ചിരുന്നാൽ മതി. ഇങ്ങോട്ട് വളമണ്ട. നിങ്ങളൊന്ന് പറയാൻ അനുവദിക്കോ? പറഞ്ഞോ. പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ട് ധൈര്യപൂർവ്വം നടത്താൻ പോണ ഒരു തീരുമാനം ഈ യോഗത്തിൽ പറയണുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അതുപോലെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് കേട്ടിട്ട് ആ നിരാഹാരം ഒന്ന് നിർത്തിപ്പോ. തീരുമാനം പ്രസിഡന്റ് പറയും. പറ പ്രസിഡന്റ്. പറയാല്ലേ? പറയാങ്ങാട്. ബഹുമാനപ്പെട്ട മെമ്പർമാരെ, ജനങ്ങളുടെ പൊതുവായ ആവശ്യവും പ്രതിപക്ഷത്തിന്റെ സമരവും കണക്കിലെടുത്ത് കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചു വരുന്ന യാത്രാദുരിതത്തിന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ OK ചന്ദ്രദാസ് മുൻകൈയെടുത്ത് ഒരു ബസ് വാങ്ങി സർവീസ് നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. അവകാശങ്ങൾ നേടിയെടുത്ത് ഞങ്ങളുടെ സമരം വിജയിച്ച് നാളെ എന്തെങ്കിലും പണി നോക്കണല്ലപ്പാ. വായ മടക്കാം. പട്ടി നിന്റെ തന്നെടാതെ. നിനക്ക് എന്തിന്റെ കാടാണ് പന്നി? ഇരിക്കുന്ന മനുഷ്യണ്ടല്ലോ, എന്റെ അച്ഛനായിട്ടാണ് നിന്റെ തന്തായത്. എന്നെ കൊണ്ട്